പ്രവചനം 44 അധ്യായത്തിന്റെ 23 വാക്യം. നിങ്ങൾ യഹോവയുടെ വാക്കനുസരിക്കാതെയും അവന്റെ ന്യായപ്രമാണവും ചട്ടങ്ങളും സാക്ഷ്യങ്ങളും പ്രമാണിച്ച് നടക്കാതെയും ധൂപം കാട്ടി യഹോവയോട് പാപം ചെയ്തുകൊണ്ട് ഇന്ന് ഈ അനർത്ഥം നിങ്ങൾക്ക് വന്നു ഭവിച്ചിരിക്കുന്നു. Because you have burned incense and because you have sinned against the Lord and have not obeyed the voice of the Lord or walked in his law, in his statutes or in his testimonies. Therefore this calamity has happened to you as at this day. ബാബിലോണിയർ ഉപേക്ഷിച്ചു പോയ യഹൂദ ജനം യഹോവയുടെ അരുളപ്പാട് നിരസിച്ച് മിസ്രയീമിലേക്ക് കടന്നുപോയി. ഒറ്റപ്പെട്ട യിരെമ്യാ പ്രവാചകനും അവരോടൊപ്പം ഉണ്ടായിരുന്നു. മിസ്രയീമിലെത്തിയ ജനങ്ങളോടും യിരെമ്യാ പ്രവാചകനിൽ കൂടെ യഹോവ അരുളപ്പാടുകൾ അറിയിച്ചുകൊണ്ടിരുന്നു. എന്തുകൊണ്ടാണ് അവർക്ക് അനർത്ഥങ്ങൾ വന്നു ഭവിക്കുന്നതെന്ന് നാം വായിച്ച വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. അവർ യഹോവയുടെ വാക്ക് അനുസരിച്ചില്ല, ന്യായപ്രമാണവും ചട്ടങ്ങളും സാക്ഷ്യങ്ങളും പ്രമാണിച്ച് നടന്നതുമില്ല. തന്നെയുമല്ല, അവർ അന്യ ദൈവങ്ങൾക്ക് ധൂപം കാട്ടി ദൈവത്തോട് പാപം ചെയ്തു. ദേശത്തിലെ പാപങ്ങൾ വർദ്ധിക്കുമ്പോൾ ദൈവത്തിനത് സഹിക്കുവാൻ കഴിയുകയില്ല. നിങ്ങളുടെ ദുഷ്പ്രവർത്തികൾ നിമിത്തവും നിങ്ങൾ പ്രവർത്തിച്ച മ്ലേച്ഛത നിമിത്തവും യഹോവയ്ക്ക് സഹിപ്പാൻ വഹിയാതെയായി എന്ന് 22 വാക്യത്തിൽ എഴുതിയിരിക്കുന്നു. ദേശത്ത് പാപം വർദ്ധിക്കുമ്പോൾ ദൈവം ന്യായവിധി അയക്കും. ഉൽപ്പത്തി പുസ്തകം 6:5 വാക്യത്തിൽ എഴുതിയിരിക്കുന്നത്, ഭൂമിയിൽ മനുഷ്യന്റെ ദുഷ്ടത വലിയതെന്നും അവന്റെ ഹൃദയവിചാരങ്ങളുടെ നിരൂപണമൊക്കെയും എല്ലായ്പ്പോഴും ദോഷമുള്ളതത്രയെന്നും യഹോവ കണ്ടു. താൻ ഭൂമിയിൽ മനുഷ്യനെ ഉണ്ടാക്കൊണ്ട് യഹോവ അനുതപിച്ചു എന്നെഴുതിയിരിക്കുന്നു. നോഹയുടെ കാലത്ത് ജലപ്രളയമുണ്ടായി. സോദോമിനെയും ഗൊമോരയെയും ദൈവം നശിപ്പിച്ചു. ഉൽപ്പത്തി പുസ്തകം 18 അധ്യായത്തിന്റെ 20 വാക്യത്തിൽ എഴുതിയിരിക്കുന്നത്, പിന്നെ യഹോവ സോദോമിന്റെയും ഗൊമോരയുടെയും നിലവിളി വലിയതും അവരുടെ പാപം അതികഠിനവുമാകുന്നു. ഏത് കാലത്തും ദൈവം അരുളി ചെയ്ത വചനങ്ങൾ അനുസരിക്കാതെ സ്വന്തം ഇഷ്ടത്തിനും മനോവികാരവും അനുസരിച്ച് പാപം ചെയ്ത് ജീവിക്കുന്നവരുടെ ഇടയിൽ ദൈവം അനർത്ഥങ്ങൾ അയച്ചിട്ടുണ്ട്. ഭൂമിയിൽ ജനിച്ച സകല മനുഷ്യരും പാപമില്ലാതെ ജീവിക്കണമെന്നാണ് ദൈവത്തിന്റെ ആഗ്രഹം. മനുഷ്യന് സ്വതവേ പാപത്തിൽ നിന്ന് രക്ഷപ്പെടുവാൻ കഴിയുകയില്ല. മനുഷ്യരാശിയെ പാപത്തിൽ നിന്ന് രക്ഷിക്കുന്നതിന് വേണ്ടിയാണ് തന്റെ ഏകജാതനായ പുത്രനെ ദൈവം ലോകത്തിലേക്ക് അയച്ചത്. യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് പാപമോചനം ലഭിക്കുവാൻ കഴിയും. അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. ദൈവത്തിന്റെ മക്കൾ ദൈവം അരുളി ചെയ്തിരിക്കുന്ന തിരുവെഴുത്തുകൾ അനുസരിച്ച് ജീവിക്കണം. സങ്കീർത്തനക്കാരൻ പറയുന്നു, ഞാൻ നിന്നോട് പാപം ചെയ്യാതിരിക്കേണ്ടതിന് നിന്റെ വചനത്തെ ഹൃദയത്തിൽ സംഗ്രഹിക്കുന്നു. നിന്റെ വചനം പ്രമാണിക്കേണ്ടതിന് ഞാൻ സകല ദുർമാർഗത്തിൽ നിന്നും കാൽ വിലക്കുന്നു. തിരുവചനം എന്റെ അണ്ണാക്കിനും മധുരം, അവ എന്റെ വായ്ക്ക് തേനിലും നല്ലത്. നിന്റെ പ്രമാണങ്ങളാൽ ഞാൻ വിവേകമുള്ളവനാകുന്നു, അതുകൊണ്ട് ഞാൻ സകല വ്യാജമാർഗവും വെറുക്കുന്നു. നിന്റെ ന്യായപ്രമാണത്തോട് പ്രിയമുള്ളവർക്ക് മഹാസമാധാനമുണ്ട്, അവർക്ക് വീഴ്ചയ്ക്ക് സംഗതി ഏതുമില്ല. പ്രിയമുള്ളവരെ, ദൈവത്തിന്റെ വചനം പ്രമാണിക്കുന്നതിന്റെ നന്മകൾ എത്രയോ എത്രയോ അധികം. അത് നിത്യജീവന്റെ വചനമാകുന്നു. കൃപയുടെ വചനം, രക്ഷയുടെ വചനം, ജ്ഞാനത്തിന്റെ വചനം, ഇങ്ങനെ പലതും. ആകയാൽ ദൈവം അരുളി ചെയ്ത വചനത്തെ നമുക്ക് മുറുകെ പിടിക്കാം, പാപം ചെയ്യാതെ ജീവിക്കാം. സമർപ്പിക്കുന്നു. കരുണയുള്ള പിതാവേ, അവിടുന്ന് അരുളി ചെയ്ത തിരുവെഴുത്തുകൾ അനുസരിച്ച് ജീവിപ്പാൻ അടിയങ്ങൾക്ക് കൃപ ചെയ്യണമേ എന്ന് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കേൾക്കണമേ. ആമേൻ. ശ്രേഷ്ഠത